അപ്പോൾ സൽപ്രവൃത്തികളുടെ പ്രകാശം. യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും 58-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കും: നഗ്നനെ ഉടുപ്പിക്കുക, ദരിദ്രന് ഭക്ഷണം കൊടുക്കുക, വിശക്കുന്നവനുമായ ആഹാരം പങ്കുവെക്കുക, നിന്റെ സ്വന്തക്കാരന് ഒഴിഞ്ഞു മാറാതിരിക്കുക, പരദേശിയെ നിന്റെ വീട്ടിൽ സംരക്ഷിക്കുക. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്കായി മാറും സൽപ്രവർത്തികൾ ചെയ്താൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ജനമായി മാറണം. മിന്നാമിനിങ് രാത്രി കത്തുമ്പം വെളിച്ചമുണ്ടാകുന്നത് പോലെ സൽപ്രവർത്തികൾ ചെയ്ത് നമ്മളും വെളിച്ചത്തിൻ്റെ മക്കളാകണം. അപ്പോൾ പാപം നമ്മളിൽ നിന്ന് വിട്ടുപോകും, പിശാച് നമ്മളിൽ നിന്ന് വിട്ടുപോകും, ഇരുളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോകും. പ്രകാശിക്കുന്ന ഒരു ജനതയായി മാറും. ഹല്ലേലൂയ. പ്രകാശത്തിൻ്റെ സ്നാനം സ്വീകരിക്കണം. അതാണ് അന്ത്യകാല അഭിഷേകം. പ്രകാശത്തിൻ്റെ സ്നാനമാണ് അന്ത്യകാല അഭിഷേകം. യോഹന്നാന്റെ സുവിശേഷം 9:39 അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുകയും കാഴ്ചയുള്ളവൻ കാഴ്ചയില്ലാതായി തീരുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ന്യായവിധിക്കായിട്ടാണ് ഞാൻ വന്നത് എന്ന് യേശു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അന്ത്യവിധിയുടെ ന്യായവിധിയുടെ അഭിഷേകം നമുക്കുണ്ടാകുമ്പോൾ കാഴ്ചയില്ലാത്തവൻ്റെ അവന് കാഴ്ച കിട്ടും, കാഴ്ചയുള്ളവൻ്റെ കാഴ്ച പോകും. അതിൻ്റെ തെളിവാണ് സാവൂളിൻ്റെ മാനസാന്തര അനുഭവം. അപ്പോസ്തല നടപടി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുകയാണ്: മധ്യാഹ്നത്തോടടുത്തപ്പോൾ ദമാസ്കസിലേക്ക് പോകുന്ന എൻ്റെ മേൽ സ്വർഗ്ഗത്തിനൊരു വലിയ പ്രകാശം വന്നു പതിച്ചു. അതിൻ്റെ തീവ്രത കൊണ്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. എന്തിനാണ് അദ്ദേഹം പോയത്? പുറപ്പാട് 20 പറയുന്നുണ്ട്, 1 മുതൽ: ഇസ്രായേലേ കേൾക്കുക, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കരുതെന്നുള്ള കാഴ്ചയായിരുന്നു സാവൂളിന്. ആ കാഴ്ച കൊണ്ട് ക്രിസ്തുവിനെയും ക്രിസ്തുവിനുള്ളവരെയും ഇല്ലാതാക്കാനാണ് അവൻ ദമാസ്കസിലേക്ക് പോയത്. അവൻ്റെ കണ്ണുകളുടെ കാഴ്ച ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ സ്നാനത്താൽ ഇല്ലാതായി. 3 ദിവസം അന്ധനായി മാറി. 3-ാം ദിവസം അനന്യാസ് വന്ന് സാവൂളിൻ്റെ മേൽ കൈവച്ചു. അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടായപ്പോൾ ആ പൗലോസ് വിളിച്ചു പറയുകയാണ്: ആകാശത്തിൻ്റെ കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമാണ് നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതുവരെ കത്തുന്ന യേശു സാക്ഷികളാകാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മുടെ കാഴ്ച പോകേണ്ടിയിരിക്കുന്നു. ഒരു പുതിയ കാഴ്ച കിട്ടണം. അതിന് പ്രകാശത്തിൻ്റെ ഒരു സ്നാനം ആവശ്യമാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം. കർത്താവേ, ഈ കൺവെൻഷനിലൂടെ പ്രകാശത്തിൻ്റെ ഒരു സ്നാനം എനിക്ക് തരണം. എനിക്കൊരു പുതിയ കാഴ്ച വേണം കർത്താവേ. ഞാൻ കണ്ട കാഴ്ചകളല്ല, നീ കാണുന്നത് പോലെ എല്ലാറ്റിനെയും കാണാൻ, നീ കേൾക്കുന്നത് പോലെ എല്ലാറ്റിനെയും കേൾക്കാൻ നിൻ്റെ കാഴ്ചപ്പാട് എനിക്ക് തരണമേ. എൻ്റെ കാഴ്ചകളെ ഞാൻ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. നല്ലപോലെ കരങ്ങൾ ഉയർത്തി ഒരു പ്രകാശത്തിൻ്റെ സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ 2-ാം പെന്തക്കോസ്തിയുടെ ഒരു സ്നാനത്തിന് വേണ്ടി ചങ്കുരുകി പ്രാർത്ഥിക്കുക. സൽപ്രവർത്തികൾ ചെയ്യുന്ന ഒരു ജനതതി ഉണ്ടാകട്ടെ ഇവിടെ. സൽപ്രവർത്തികൾ ചെയ്യുന്ന ഒരു ജനതതി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. റബ്ബി 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 റബ്ബി. Help your help your glories in His power. Love your power. Love your power. ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രകാശത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. തിന്മയുടെ അന്ധകാരം മാറട്ടെ, ലോകത്തിന്റെ അന്ധകാരം മാറട്ടെ, ലോകത്തിന്റെ കാഴ്ച പോകട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.